സോ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഒരു ഫോം എലമെൻറ്റ് അഥവാ എന്താണ് ഒരു ഫോം ടാഗ് എന്നുള്ളതാണ്. സോ നമ്മൾ ഇതുവരെ കണ്ട വെബ്സൈറ്റ് എല്ലാം യൂസർക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റാണ്. യൂസർക്ക് ഇതിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ സെർവറിനകത്ത് ഇൻഫോർമേഷൻ ഉണ്ട്, അത് യൂസർക്ക് കാണാൻ പറ്റും. പക്ഷേ യൂസർക്ക് എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ തിരിച്ച് നമുക്ക് തരണമെങ്കിൽ അതിനൊരു ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ മാതൃഭൂമിയുടെ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് താഴെ കോൺടാക്റ്റേഴ്സ് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറച്ച് ടെക്സ്റ്റ് ബോക്സുകളും ഡ്രോപ്പ് ഡൗണുകളൊക്കെ കാണാൻ പറ്റും. യൂസർക്ക് ഈ വെബ്സൈറ്റിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ട ഫീൽഡുകൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു ടാഗാണ് ഫോം. സോ ഇവിടെ തന്നെ ഇൻസ്പെക്ട് എലമെൻറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു ഫോം എന്നൊക്കെ കാണാൻ പറ്റും. ഓക്കെ, സോ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ നോക്കാം. സോ അതിന് നമുക്ക് ആദ്യം വേണ്ടത് നമുക്കൊരു പേജ് ഉണ്ടാക്കാം. ആ മാതൃഭൂമിയിൽ പോലെ തന്നെ ഒരു കോൺടാക്റ്റസ് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ടാക്കാം. ഓക്കെ, സോ ഇതിനകത്ത് നമുക്ക് HTML വേണ്ട ഡീഫോൾട്ട് ടാഗുകളൊക്കെ ഇടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരത്തെ ലിങ്ക് ചെയ്ത പോലെ തന്നെ സ്റ്റൈലും ലിങ്ക് ചെയ്യാം. നമ്മുടെ ജസ്റ്റ് ഫോം എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻഡെക്സിന് പകരം contacts.html എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പേജ് കിട്ടും. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഒരു ഡിവ് ഉണ്ടാക്കാം, ഒരു ഫോം കണ്ടെയ്നർ എന്ന് പറഞ്ഞ ഡിവ്. എന്നിട്ട് നമുക്ക് അതിനകത്ത് ഫോം നമുക്ക് ഡിഫൈൻ ചെയ്യാം. സോ ബേസിക്കലി കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്, അത് ഇതിനകത്തൊരു വിഡ്ത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ സെൻട്രൽ അലൈൻഡ് ആക്കിയിട്ടുണ്ട്, പിന്നെ കുറച്ച് പാഡിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ബേസിക്കലി ഫോം കണ്ടെയ്നർ ഇട്ട് വെച്ചേക്കുന്നത്. സോ ഇനി നമുക്ക് ഇതിനകത്ത് ഫോം എന്ന് പറഞ്ഞൊരു ടാഗ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, സോ എന്തിനാണ് ഫോം എന്ന് പറഞ്ഞ ടാഗ് ഡിഫൈൻ ചെയ്യുന്നതൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ അതിന് മുന്നേ നമുക്കൊരു യൂസറിന് സെർവറിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നേരത്തെ കണ്ട ടെക്സ്റ്റ് ബോക്സ് പോലത്തെ എലമെൻറ്റ്സ് ഈ ഫോം എന്ന് പറഞ്ഞാൽ ഈ ടാഗിനകത്തായിരിക്കണം. സോ ഇനി നമുക്ക് ഇതിനകത്ത് ഫോം എലമെൻറ്റുകൾ എഴുതാം. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ ഈ മാതൃഭൂമിയുടെ വെബ്സൈറ്റ് കണ്ടപ്പോൾ തന്നെ അതിനകത്ത് നമ്മൾ ഇതേപോലത്തെ കണ്ടോ ടെക്സ്റ്റ് ബോക്സുകൾ കണ്ടു, പിന്നെ അതുപോലെ വലിയൊരു സംഭവം കണ്ടു. ഇതാണ് ടെക്സ്റ്റ് ഏരിയ എന്നാണ് ഇതിന് പറയുന്നത്. പിന്നെ ഒരു ഡ്രോപ്പ് ഡൗൺ ബട്ടൺ ഉണ്ട്. സോ അതുപോലെ തന്നെ സബ്മിറ്റ് ബട്ടൺ, ക്ലിയർ ബട്ടണുകളുണ്ട്. അങ്ങനെ കുറേ ഫോം എലമെൻറ്റുകളുണ്ട്. സോ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പിന്നെ അതിൽ വരുന്ന ആട്രിബ്യൂട്ട്സുകളും അതിലുപയോഗിക്കാവുന്ന ഫംഗ്ഷനാലിറ്റികളൊക്കെ നമുക്ക് ഈ വീഡിയോനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് നോക്കാം. മാതൃഭൂമി ഇൻസ്പെക്ട് ചെയ്താൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അതൊരു ഇൻപുട്ട് എലമെൻ്റ് ആണ്. ഈ ഒരു എലമെൻറ്റ് ഉണ്ടാക്കാൻ നമുക്ക് ഉപയോഗിക്കേണ്ട ടാഗാണ് ഇൻപുട്ട്. ഓക്കെ, നമുക്ക് അതേപോലെ തന്നെ ഇവിടെ ഇൻപുട്ട് എഴുതാം. ജസ്റ്റ് ഇൻപുട്ട് എന്ന് പറഞ്ഞ ടാഗ് കൊടുത്ത് നോക്കാം എന്താ സംഭവിക്കാൻ നോക്കാം. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഒരു ടെക്സ്റ്റ് ബോക്സ് വന്നു കണ്ടോ. സോ ഇങ്ങനെ നമുക്ക് യൂസർക്ക് ഇൻപുട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ മാതൃഭൂമിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റൈലും വ്യത്യാസമുണ്ട്. അതായത് ഇത് കുറച്ച് വിഡ്ത്ത് കുറവാണ്, പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഗ്രേ ആണ്. ഓക്കെ, സോ അങ്ങനെ കുറച്ച് സ്റ്റൈൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. സോ ഈ സ്റ്റൈൽ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് CSS വെച്ച് സ്റ്റൈൽ ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ആ ഇൻപുട്ട് എന്ന് പറഞ്ഞ എലമെൻറ്റ് നമുക്ക് സ്റ്റൈൽ ചെയ്താൽ മതി. നമ്മൾ ബോർഡറിന് ഒരു കളറും കൊടുത്തു, അതിന് റേഡിയസും കൊടുത്തു, പിന്നെ പാഡിങ്ങും കൊടുത്തു, എന്നിട്ടൊരു മിനിമം വിഡ്ത്ത് 300 പിക്സലും കൊടുക്കാം. സോ അത്യാവശ്യം വിഡ്ത്തിൽ നമുക്ക് ടെക്സ്റ്റ് ഏരിയ കിട്ടി നമുക്ക് സ്റ്റൈൽ ചെയ്യാനും പറ്റും. സോ നമുക്ക് ഈ ഇൻപുട്ട് ഏതിൻ്റെയാണെന്ന് അറിയണം. സോ അതിന് നമുക്ക് ബേസിക്കലി ഇവിടെ ഒരു ടെക്സ്റ്റ് ഇട്ട് കൊടുക്കണം. ഓക്കെ, സോ അത് ഡീഫോൾട്ടായിട്ട് സ്പാനൊക്കെ വെച്ച് കൊടുക്കാം. സോ നമ്മളിവിടെ ലേബൽ എന്ന് പറഞ്ഞ എലമെൻ്റ് ആണ് സാധാരണ ഫോമിൽ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, സോ നമുക്കിവിടെ അതിനൊപ്പം തന്നെ ഇവിടെ ഒരു ലേബൽ കൊടുക്കാം. ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞു കൊടുക്കാം. ഇത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് ഈ ഇൻപുട്ട് ആയാലും ലേബലൊക്കെ ആയാലും ഇൻലൈൻ എലമെൻ്റ് ആണ്. അതുകൊണ്ടാണ് ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ എലമെൻറ്റ് വരുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് നെയിം കൊടുക്കണമെങ്കിൽ ഇതേപോലെ തന്നെ ഇതന്നെ കോപ്പി ചെയ്തിട്ട് താഴത്തിടാം, ലാസ്റ്റ് നെയിം കൊടുക്കാം. സോ ഇവിടെ നോക്കുന്ന സമയത്ത് കണ്ടത് നെക്സ്റ്റ് ആണ് വരുന്നത്. സോ അങ്ങനെയല്ല, എല്ലാം വേറെ വേറെ ലൈനിലാണ് വരേണ്ടതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ടെണ്ണം ഒരു ഡിവിൽ റാപ്പ് ചെയ്യാം. സോ ആ ഡിവ് ഒരു ബ്ലോക്ക് എലമെൻ്റ് ആയതുകൊണ്ട് അത് സെപ്പറേറ്റ് ലൈനിലേ വരത്തുള്ളൂ. അതേപോലെ തന്നെ രണ്ടാമത്തെ ഡിവും ഇങ്ങനെ റാപ്പ് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ട് ലൈനിലാണ് വരുന്നത്. ഇത് രണ്ട് നമ്മളൊരു ഗ്യാപ്പ് കൊടുക്കണമെങ്കിൽ ഇതിന് സ്റ്റൈൽ ചെയ്താൽ മതി. ഇതിന് ക്ലാസ് കൊടുക്കാം ഫോം ഐറ്റം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഫോം ഐറ്റത്തിൽ നമ്മളൊരു 10 പിക്സൽ ഒരു പാഡിങ് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ക്ലീൻ ആയിട്ട് സ്പേസിങ്ങും വരും ചെയ്തു. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിൽ ഇതേപോലെ എത്ര ഇൻപുട്ട് എലമെൻറ്റ്സ് വേണമെങ്കിൽ കൊടുക്കാം. സോ ഇങ്ങനെ ഇൻപുട്ട് എലമെൻറ്റ് കൊടുത്തുകൊണ്ട് ഇതിലെ ഡാറ്റ നമ്മുടെ സെർവറിന് കിട്ടത്തില്ല. നമ്മൾ ഈ ഡാറ്റ അങ്ങോട്ട് അയച്ചു കൊടുക്കണം. സോ അതെങ്ങനെ അയച്ചു കൊടുക്കും? സോ അതിന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം നമ്മൾ ഫില്ല് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ കൊടുക്കണം. ഇത് സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഡാറ്റയെല്ലാം സെർവറിലോട്ട് പോകുന്നത്. സോ നമുക്ക് അങ്ങനത്തെ ഒരു ബട്ടൺ ഉണ്ടാക്കാം. ഫോം ഐറ്റത്തിനകത്ത് ഈ ബട്ടൺ ഉണ്ടാക്കണമെങ്കിലും സെയിം ടാഗ് തന്നെയാണ്, ഇൻപുട്ട് എന്ന് പറഞ്ഞ ടാഗ് തന്നെയാണ്. ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ് എന്നാണെന്ന് മാത്രം. ഓക്കെ, ഇപ്പോൾ ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ആ ബട്ടൺ ഇവിടെ വന്നു. പക്ഷേ ഈ ബട്ടൺ നമ്മൾ നേരത്തെ കൊടുത്ത അതേ സ്റ്റൈൽ തന്നെയായിരുന്നു. അതായത് ഈ ഇൻപുട്ടിൻ്റെ അതേ സ്റ്റൈൽ ആയതുകൊണ്ടാണ് ഇത്രയും വിഡ്ത്ത് എടുത്തിരിക്കുന്നത്. സോ നമുക്ക് അത് വിഡ്ത്ത് ആവശ്യമില്ല. സോ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ടിന് മൊത്തം ഈ സ്റ്റൈൽ കൊടുക്കണ്ട, മറിച്ച് ടെക്സ്റ്റ് ഇൻപുട്ടിന് മാത്രം ഈ സ്റ്റൈൽ കൊടുത്താൽ മതി. ഓക്കെ, സബ്മിറ്റ് ആവുമ്പോൾ നമുക്ക് ഈ വിഡ്ത്തിൻ്റെ ആവശ്യമില്ല. സോ നമ്മൾ സബ്മിറ്റ് ബട്ടൺ കൊടുത്തു. പക്ഷേ സബ്മിറ്റ് ബട്ടൺ കൊടുത്തിട്ട് നമ്മളിവിടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൊടുത്തിട്ട് സബ്മിറ്റ് ആയിക്കഴിഞ്ഞാലും ഇത് സെർവറിലോട്ട് പോകത്തില്ല. പക്ഷേ സെർവറിലോട്ട് പോകണമെങ്കിൽ നമ്മൾ അത് ഏത് URL-ലോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു കൊടുക്കണം. അതായത് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വെബ് സെർവർ ഉണ്ടാവും. ആ വെബ് സെർവറിൽ നമ്മൾ URL അടിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഈ പറയുന്ന കണ്ടന്റുകളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നത്, ഈ ഫോം ഉൾപ്പെടെ. അതുപോലെ തന്നെ ഈ യൂസർ എന്തെങ്കിലും സബ്മിറ്റ് ചെയ്യുമ്പോഴും ഒരു URL-ലോട്ടാണ് ഈ പറയുന്ന ഡാറ്റയൊക്കെ പോകുന്നത്.
ആ URL പോയ ശേഷം പിന്നെ നമ്മളൊക്കെ സെർവറിലെ ലോജിക്കാണ്. പിന്നെ സെർവറിലെ ലോജിക്ക് എടുത്തിട്ട് ഈ ഡാറ്റ എടുത്തിട്ട് അത് അവൻ ഡാറ്റാ ബേസിലോട്ട് സേവ് ചെയ്യും. സോ അതൊക്കെ ബേസിക്കലി സെർവറിൻ്റെ പണിയാണ്, നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. നമ്മുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ആ സെർവർ ഇംപ്ലിമെൻറ്റ് ചെയ്ത ആൾക്കാർ നമുക്കൊരു URL തരും. ഈ URLലോട്ടാണ് ഈ ഡാറ്റ പോസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ ആ URL പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ആ URL പറഞ്ഞു കൊടുത്താലാണ് ഇവിടുന്ന് സബ്മിറ്റ് ചെയ്ത ഡാറ്റ അങ്ങോട്ട് എത്തത്തുള്ളൂ. ഓക്കെ, സോ അതിന് ഉപയോഗിക്കുന്ന ടാഗാണ് ഈ ഫോം. ബേസിക്കലി ഒരു ഡാറ്റ റീഡ് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഗെറ്റ് റിക്വസ്റ്റ് എന്നാണ് പറയുന്നത്. ഇവിടുന്ന് ഡാറ്റ അങ്ങോട്ട് അയക്കണമെങ്കിൽ അതിന് പോസ്റ്റ് എന്നാണ് പറയുന്നത്. സോ നമ്മളിവിടെ മെത്തേഡ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഉണ്ട്, അതിനകത്ത് നമുക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കാം, കാരണം ഡാറ്റ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് അയക്കാനുള്ളതാണ്. അതുപോലെ തന്നെ ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആട്രിബ്യൂട്ട് ഉണ്ട്, അതിനകത്ത് നമുക്ക് ഇതിൻ്റെ URLും പറഞ്ഞു കൊടുക്കാം. submit.html എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, സോ അത്രയും പറഞ്ഞു കൊടുത്ത ശേഷം നമുക്ക് ഇൻസ്പെക്ട് എലമെന്റ് എടുക്കാം. എന്നിട്ട് അതിൽ നെറ്റ്വർക്ക് ടാബ് എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് പോകുന്നതും വരുന്നതുമായിട്ടുള്ള റിക്വസ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും. സോ ഇവിടെ എന്താ നടക്കുന്നത് നോക്കാം. ഇവിടെ നമുക്ക് കോഡ് മലയാളം എന്ന് പറഞ്ഞ് സബ്മിറ്റ് അടിക്കാം. സബ്മിറ്റ് അടിച്ചപ്പോൾ നമ്മൾ കൊടുത്ത URLലോട്ട്, അതായത് ഈ URLലോട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ URLലോട്ട് പോസ്റ്റ് എന്ന് പറഞ്ഞ റിക്വസ്റ്റ് പോയിട്ടുണ്ട്. പക്ഷേ നമ്മളെ സെർവർ ഒന്നും ഇംപ്ലിമെന്റ് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് എറർ അടിക്കുന്നത്. ഓക്കെ, പക്ഷേ നമ്മൾ കൊടുത്ത ഡാറ്റ പോയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ റിക്വസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നമ്മൾ കൊടുത്ത ഡാറ്റ ഇതിനകത്ത് കാണാനില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ 2 ഡാറ്റ എടുക്കാൻ നോക്കും. ഈ 2 ഡാറ്റ എടുക്കാൻ നോക്കിയിട്ട് ഇതിനൊരു നെയിം വേണം. നമ്മൾ 2 ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്, ആ 2 ഇൻപുട്ടിനും ഓരോ നെയിം വേണം. ഈ നെയിം ഉണ്ടെങ്കിലാണ് സെർവറിന് മനസ്സിലാവുള്ളൂ ഈ ഏതൊക്കെ ഇൻപുട്ട് ഏതൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, സോ നമ്മളിവിടെ നെയിം നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. അതിൻ്റെ വാല്യൂ ഇവിടെ ഫസ്റ്റ് നെയിം എന്ന് കൊടുക്കാം, പിന്നെ അതേപോലെ തന്നെ രണ്ടാമത്തേന് ലാസ്റ്റ് നെയിം എന്ന് കൊടുക്കാം. സോ ഇനി നമ്മൾ ഒന്നും കൂടി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എററാണ് അടിച്ചിരുന്നെങ്കിലും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പേലോഡ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ടാബ് വന്ന് കാണാം. അതിനകത്ത് ഫസ്റ്റ് നെയിം കോഡും ലാസ്റ്റ് നെയിം നമുക്ക് മലയാളം എന്ന് കാണാൻ പറ്റും. സോ ഇതാണ് സെർവറിൽ കിട്ടുന്നത്. സോ ആ സെർവർ അവർക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡാറ്റാ ബേസിൽ സേവ് ചെയ്യുകയും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് പ്രോസസ്സ് ചെയ്യുകയും ചെയ്യാം. സോ ഇങ്ങനെയാണ് ഒരു ഫോം വർക്ക് ചെയ്യുന്നത്. ഈ പോസ്റ്റ് വേണം നിർബന്ധമില്ല, വേണമെങ്കിൽ ഗെറ്റ് ആയാലും കൊടുക്കാം. ഗെറ്റ് കൊടുത്താലുള്ള ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാറ്റ പോകുന്നത് ഈ പേലോഡ് ആയിട്ടായിരിക്കില്ല. ഈ ഡാറ്റ പോകുന്നതൊക്കെ ഇതിൻ്റെ URL തന്നെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ കോഡും മലയാളം അടിച്ചിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡാറ്റ പോകുന്നത് ഈ URL തന്നെ ആയിരിക്കും. അതത്ര സെക്യൂർഡ് അല്ല, കാരണം നമ്മുടെ ഡാറ്റ എല്ലാവർക്കും കാണാൻ പറ്റും. നേരെ മറിച്ച് പോസ്റ്റ് ബോഡി പോകുന്നതൊക്കെ എൻക്രിപ്റ്റഡ് ആയിരിക്കും, HTTPS ആണെങ്കിൽ. ഓക്കെ, സോ അതുപോലെ തന്നെ URL കൊടുക്കുന്ന ഡാറ്റയ്ക്ക് ഒരു ലിമിറ്റൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് മിക്കവാറും ഫോമിൽ നിന്ന് കൊടുക്കുന്ന ഡാറ്റയൊക്കെ പോസ്റ്റ് ആയിരിക്കും. സോ ഇനി ബാക്കി ഇൻപുട്ട് എലമെൻറ്റുകൾ ഉണ്ട്. സോ അത് പറയണക്കാട്ടി മുന്നേ ഇതിൻ്റെ വാലിഡേഷനെ കുറിച്ച് പറയാം. സോ നമുക്ക് ഈ മെത്തേഡ് വീണ്ടും പോസ്റ്റ് തന്നെ ആക്കാം. സോ അതായത് വാലിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും മിക്കവാറും നമുക്കത് ഒരു ഫോമിനകത്ത് എന്തായാലും നിർബന്ധമായിട്ടും കൊടുക്കേണ്ട ഫീൽഡ് ആയിരിക്കാം. ഓക്കെ, സോ ഇവിടെ നമ്മളിത് കൊടുത്തില്ലെങ്കിലും സബ്മിറ്റ് അടിച്ചു കഴിഞ്ഞാൽ ആ റിക്വസ്റ്റ് നമുക്ക് പോകുന്നത് കാണാൻ പറ്റും. ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമിനകത്ത് ഡാറ്റ ഉണ്ടാവില്ല. ഈ വാലിഡേഷൻ, അതായത് ഇതിനകത്ത് ഡാറ്റ ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ബാക്ക് എൻഡിലായിരിക്കും നടക്കുന്നുണ്ടാവുക. ബാക്ക് എൻഡിൽ അവർ ചെക്ക് ചെയ്യും. ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും റിക്വയർഡ് ആണെങ്കിൽ അതിനകത്ത് ഡാറ്റ ഇല്ലെങ്കിൽ അവൻ എറർ അടിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസ്പോൺസ് ആയിട്ട് ഒരു എറർ വരും, അതായിരിക്കും കാണിക്കുക. ഓക്കെ, സോ ബാക്ക് എൻഡിലാണ് മിക്കവാറും വാലിഡേഷൻസ് ഒക്കെ നടക്കുക. അങ്ങനെ തന്നെയാണ് വേണ്ടതും. പക്ഷേ അത് യൂസബിലിറ്റി കുറച്ച് മോശമാക്കാറുണ്ട്. അതായത് അവൻ എൻ്റർ ചെയ്ത ഇൻപുട്ടൊക്കെ വാലിഡ് ആണോ ഇല്ലയോ എന്ന് വെയിറ്റ് ചെയ്യാൻ സെർവറിൽ പോയി വരുന്നവർ യൂസറിന് വെയിറ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. അത് കുറച്ച് യൂസബിലിറ്റിക്ക് പ്രശ്നം വരാറുണ്ട്. സെർവറിൽ ചെക്ക് ചെയ്യുന്ന കാട്ടി മുന്നേ ഈ ബ്രൗസറിൽ തന്നെ അത് ചെക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ യൂസറിന് കുറച്ചുകൂടി സ്പീഡായിട്ട് ഇൻപുട്ട് കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഈ 2 ഫീൽഡും റിക്വയർഡ് ആണെങ്കിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ അപ്പം തന്നെ എറർ കാണിക്കുന്നത് റിക്വയർഡ് ആണ്, ഇത് ഫില്ല് ചെയ്യണം എന്ന് പറഞ്ഞാൽ എറർ കാണിക്കാൻ വല്ല സൗകര്യം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി യൂസബിലിറ്റി നന്നായിരിക്കും. സോ അതിന് ഈ പറയുന്ന ഇൻപുട്ടിൽ തന്നെ റിക്വയർഡ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നെയിമിനും ലാസ്റ്റ് നെയിമിലും റിക്വയർഡ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് കൊടുക്കാം. ഈ റിക്വയർഡ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ടെക്സ്റ്റ് ബോക്സിനകത്ത് ഡാറ്റ എൻ്റർ ചെയ്യാൻ അവനും പറയും. ഇനി അടുത്ത എൻ്റർ ചെയ്ത് ലാസ്റ്റ് നെയിം എൻ്റർ ചെയ്തില്ലെങ്കിൽ അവിടെയും അവൻ നമുക്ക് വാർണിംഗ് തരും. ഓക്കെ, സോ ഇങ്ങനെ രണ്ടും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവൻ ആ ഫോം സബ്മിറ്റ് ചെയ്യാൻ സമ്മതിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഈ റിക്വയർഡ് മാത്രമല്ല, ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് ടെക്സ്റ്റ് മാത്രമേ എൻ്റർ ചെയ്യാൻ പാടത്തുള്ളൂ, നമ്പേഴ്സ് ഒന്നും എൻ്റർ ചെയ്യാൻ പാടത്തില്ല. ഫോർ എക്സാമ്പിൾ നെയിമിനകത്ത് ഒരിക്കലും നമ്പർ ഉണ്ടാവില്ലല്ലോ. ഇപ്പോൾ ഇംഗ്ലീഷ് നെയിമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അതിനകത്ത് A to Z വരെയുള്ള ആൽഫബറ്റ്സ് മാത്രമേ പാടത്തുള്ളൂ. സോ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കൊടുക്കാം. അതിനൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. ആ ആട്രിബ്യൂട്ടാണ് പാറ്റേൺ. പാറ്റേൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് റെഗുലർ എക്സ്പ്രഷൻസ് നമുക്ക് പറഞ്ഞു കൊടുക്കാം. റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് സെറ്റ് ഓഫ് പാറ്റേൺസ് ആണ്. അത് നമുക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് പാറ്റേൺസ് എഴുതാൻ പറ്റും. ആ പാറ്റേൺ എഴുതി കഴിഞ്ഞാൽ ആ പാറ്റേണിനനുസരിച്ചിട്ടാണോ നമ്മൾ കൊടുത്ത ഇൻപുട്ട് എന്നവൻ ചെക്ക് ചെയ്യും. സോ റെഗുലർ എക്സ്പ്രഷൻ പറയുന്നത് തന്നെ നമുക്ക് ഒരു കംപ്ലീറ്റ് വീഡിയോ തന്നെ വേണ്ടി വരും. നമ്മൾ ഈ ചാനലിനകത്ത് റെഗുലർ എക്സ്പ്രഷനെ കുറിച്ച് ഫുൾ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് കാണാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ മിക്കവാറും ഗൂഗിളിനകത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചാറ്റ് GPT ചോദിച്ചാൽ നമുക്ക് അവൻ പാറ്റേൺ പറഞ്ഞു തരും. ഫോർ എക്സാമ്പിൾ ചാറ്റ് GPT എടുത്തു കഴിഞ്ഞാൽ ഗെറ്റ് HTML input pattern to enter only alphabets എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പാറ്റേൺ കിട്ടും. ഓക്കെ, സോ നമുക്ക് വേണമെങ്കിൽ ആ പാറ്റേണോട് കൊടുക്കാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് പാറ്റേൺ കൊടുക്കാം. ഓക്കെ, സോ ഈ പാറ്റേണിൻ്റെ അർത്ഥം A to Z വരെയോ അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ A to Z വരെയോ ഈ പ്ലസ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ എലമെൻറ്റ് ഉള്ള A to Z വരെയുള്ള എല്ലാ ക്യാരക്ടേഴ്സും അവൻ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഒരു നമ്പർ കൊടുത്തു നോക്കാം. ഇവിടെ നമ്പർ കൊടുത്തു നോക്കാം. സബ്മിറ്റ് ചെയ്യുമ്പോൾ
ആ പാറ്റേണുമായിട്ട് മാച്ച് അല്ല. കാരണം നമ്മൾ നമ്പർ എടുക്കാൻ പറഞ്ഞിട്ടില്ല, നേരെ മറിച്ച് നമ്മൾ ക്യാരക്ടേഴ്സാണ് കൊടുത്തെങ്കിൽ അവൻ സബ്മിറ്റ് ചെയ്തു. ഓക്കെ, സോ അങ്ങനെ നമുക്ക് പാറ്റേൺ വെച്ചിട്ടും നമുക്ക് ഫ്രണ്ട് എൻഡിൽ ഇൻപുട്ട് വാലിഡേറ്റ് ചെയ്യാം. സോ നമുക്ക് വേണമെങ്കിൽ ഇത് കുറച്ചുകൂടി സ്റ്റൈലും ചെയ്യാൻ പറ്റും. അതായത് ഈ ഇൻപുട്ട് വാലിഡ് ആണെങ്കിൽ ഇതിന് ചുറ്റും ഈ ബോർഡർ ഒരു ഗ്രീൻ കളർ ബോർഡറും, ഇൻവാലിഡ് ആണെങ്കിൽ വേണമെങ്കിൽ റെഡ് കളർ ബോർഡറോ, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് സ്റ്റൈലും കൊടുക്കാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ CSS എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഇൻപുട്ട് വാലിഡ് ആണെങ്കിൽ ബോർഡർ കളർ ഗ്രീൻ കൊടുക്കാം, ഇൻപുട്ട് ഇൻവാലിഡ് എന്ന് ആണെങ്കിൽ ബോർഡർ കളർ റെഡ് കൊടുക്കാം. ഓക്കെ, സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ ബോർഡർ കളർ ഗ്രീൻ ആണ് കാരണം ഇൻപുട്ട് വാലിഡ് ആണ്. നമ്മൾ നമ്പറെല്ലാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബോർഡർ കളർ റെഡ് ആവും. ഇപ്പോൾ നമ്മൾ ഫുൾ ഇത് എടുത്ത് കളഞ്ഞാലും കാരണം റിക്വയർഡ് ആണ്, സോ അത് വാലിഡ് അല്ല. ഓക്കെ, സോ അങ്ങനെ നമുക്ക് പാറ്റേൺസ് കൊടുത്തിട്ടും റിക്വയർഡ് കൊടുത്തിട്ടൊക്കെ നമുക്ക് ഇൻപുട്ട് വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അടുത്ത ക്യാരക്ടറാണ് മിൻ ലെങ്ത്തും മാക്സ് ലെങ്ത്ത് കൊടുക്കാൻ പറ്റും. ഒരു മിനിമം ലെങ്ത്ത് ഒരു 2 ക്യാരക്ടറും മാക്സ് ലെങ്ത്ത് ഒരു 5 ക്യാരക്ടർ ആണെങ്കിൽ ഇതിനകത്ത് എപ്പോഴും 2 മുതൽ 5 ക്യാരക്ടർ വരെ മാത്രമേ എടുക്കത്തുള്ളൂ. സോ AB കറക്റ്റാണ്, പക്ഷേ നമ്മൾ അതിനെക്കാട്ടും കുറേ ക്യാരക്ടർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 5 ക്യാരക്ടർ വരെ എടുത്തിട്ടുള്ളൂ. ഓക്കെ, നേരെ മറിച്ച് ഒരു ക്യാരക്ടർ കൊടുത്താലോ അത് എറർ കാണിക്കും, കാരണം നമ്മൾ മിൻ ലെങ്ത്ത് 2 ക്യാരക്ടർ കൊടുത്തേക്കുന്നത്. സബ്മിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്ലീസ് ലെങ്ത് ആൻഡ് ഡിസ്റ്റൻസ് 2 ക്യാരക്ടർ ഓർ മോർ, 2 ക്യാരക്ടർ മോറിലോ ക്യാരക്ടർ കൊടുക്കാൻ അവൻ പറയും. ഇതൊക്കെ ബ്രൗസർ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, സോ അങ്ങനത്തെ നമുക്ക് വാലിഡേഷൻസ് കൊടുക്കാൻ പറ്റും. സോ ബേസിക്കലി ഈ വാലിഡേഷൻ യൂസറിൻ്റെ യൂസബിലിറ്റി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രണ്ട് എൻഡിൽ ഇതേപോലെ വാലിഡേഷൻ കൊടുക്കുന്നത്. ശരിക്കുള്ള വാലിഡേഷൻ ബാക്ക് എൻഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഫോം ഡാറ്റ അവർക്ക് കിട്ടുമ്പോൾ വാലിഡേറ്റ് ചെയ്യേണ്ടതാണ്. അവിടെ ഒരു ബാക്ക് എൻഡ് വാലിഡേഷൻ എന്തായാലും നടത്തണം. സോ ഇനി നമുക്ക് അടുത്ത് നോക്കുന്നത് പല ടൈപ്പ് ഓഫ് ഇൻപുട്ടുകളാണ്. ഇപ്പോൾ നമ്മൾ ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റും സബ്മിറ്റും മാത്രമേ നോക്കിയതുള്ളൂ. ഇനി നമുക്ക് ഇൻപുട്ടിൻ്റെ അടുത്ത സെറ്റ് ഓഫ് കുറച്ച് ടൈപ്പുകൾ നോക്കാം. ഓക്കെ, സോ നമുക്ക് ഞാൻ അടുത്ത് നോക്കുന്ന ഒരു ടൈപ്പാണ് ടൈപ്പ് ഈസ് ഈക്വൽ ടു പാസ്വേഡ്. നമ്മൾ ഈ ഫോമായിട്ട് നമ്മൾ മൊത്തത്തിൽ കോപ്പി ചെയ്യാം. ഈ ടൈപ്പ് നമുക്കിവിടെ പാസ്വേഡ് ആക്കാം. തൽക്കാലം പാറ്റേൺ എടുത്ത് കളയാം. ഇവിടെ ലേബിൾ പാസ്വേഡ് എന്ന് കൊടുക്കാം. ഓക്കെ, സോ പാസ്വേഡായി. പാസ്വേഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റത്തില്ല, ഡോട്ട് ആയിരിക്കും. ഇതിൻ്റെ വാല്യൂ കറക്റ്റായിട്ട് വരും. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ പാസ്വേഡ് 1 2 3 4 5 6 കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് പാസ്വേഡിനകത്ത് ഡാറ്റ കറക്റ്റായിട്ടുണ്ടാവും, പക്ഷേ ഒരു യൂസറിന് കാണാൻ പറ്റത്തില്ല. സോ അത് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ വേറെ ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് പാസ്വേഡ് ഡോട്ട് ആയിട്ടിരിക്കുകയാണ്. സോ ഇനി അടുത്ത ടൈപ്പ് ഉണ്ട്, ടൈപ്പ് ഇക്വൽ ടു നമ്പർ ടൈപ്പ് ചെയ്യാൻ പറ്റും, നമുക്ക് വേറെ ക്യാരക്ടേഴ്സ് ഒന്നും അതിനകത്ത് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. സോ അതുപോലെ തന്നെ ഇവിടെ 2 സ്പിന്നർ വരുന്ന കാണാം, അത് നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യാനും ഡിക്രിമെൻറ്റ് ചെയ്യാനും ഉപയോഗിക്കുകയും ചെയ്യാം. സോ ഇങ്ങനെ നമ്പർ കൊടുക്കുവാണെങ്കിൽ സോ അതിൽ തന്നെ മാക്സും മിന്നും നമുക്ക് പറഞ്ഞു കൊടുക്കാം. മാക്സ് ഒരു 10ഉം മിന്ന് ഒരു 5ഉം ആണെങ്കിൽ 5നും 10നും ഇടയിലായിരിക്കും ഈ നമ്പർ വരിക. ഇവിടെ നമ്മൾ 2 അടിച്ച് കഴിഞ്ഞാൽ അത് എററായിരിക്കും, 5 അടിച്ച് കഴിഞ്ഞാൽ കറക്റ്റാണ്. 6 7 8 9 10 വരെ അത് പോകത്തുള്ളൂ സ്പിന്നറിൽ, താഴത്തേക്ക് 5 വരെ പോകത്തുള്ളൂ. നേരെ വെച്ചാൽ 11 ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് എററായിരിക്കും, സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അതേപോലെ തന്നെ ടൈപ്പ് ഇമെയിൽ ഉണ്ട്, മാക്സിമം എടുത്ത് കളയാം. സാധാരണ ടെക്സ്റ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് എറർ അടിക്കും, പക്ഷേ ഇമെയിൽ ഫോർമാറ്റിൽ ഒരു ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഗ്രീൻ ആവും. ഓക്കെ, അത് വാലിഡ് ആണ്. സോ അതേപോലെ തന്നെ ഫോൺ നമ്പർ കൊടുക്കാൻ ടെൽ എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പ് ഉണ്ട്. പിന്നെ വെബ്സൈറ്റിൻ്റെ URL ഒക്കെ പറഞ്ഞു കൊടുക്കാൻ URL എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ഉണ്ട്. കളർ പിക്ക് ചെയ്യാൻ വല്ല നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ടൈപ്പിക്കൊണ്ട് കളർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കളേഴ്സ് പിക്ക് ചെയ്യാൻ പറ്റും. ഇത് പിക്ക് ചെയ്യാൻ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് RGB ഒക്കെ വേണമെങ്കിൽ പിക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഡേറ്റ് കൊടുക്കാൻ പറ്റും, ഈ ഡേറ്റ് ഇതേപോലെ പിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ടൈം കൊടുക്കാൻ പറ്റും. ടൈം കൊടുത്താലും നമുക്കിതിൽ ടൈം പിക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ടൈപ്പ് ഫയൽ കൊടുക്കാൻ പറ്റും. ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇമേജ് അപ്ലോഡ്, ഫയൽ അപ്ലോഡ് അങ്ങനത്തെ അപ്ലിക്കേഷൻ ചെയ്യുമ്പോഴാണ് ഫയൽ കൊടുക്കേണ്ട ആവശ്യം വരിക. സോ അങ്ങനത്തെ കേസിനകത്ത് ചൂസ് എ ഫയൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഫയൽസ് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള ഫയൽ പിക്ക് ചെയ്യുക. ഓക്കെ, സോ എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇത് ഫയൽ മൾട്ടി പാർട്ട് ആയിട്ടാണ് പോകുന്നത്, പല ചങ്ക്സ് ആയിട്ടായിരിക്കും സെർവറിലോട്ട് പോകുന്നുണ്ടാവുക. ഓക്കെ, സോ നമുക്ക് ഫോമിന് പറഞ്ഞു കൊടുക്കണം അത് മൾട്ടി പാർട്ട് ഫോം ഡാറ്റയാണ്. സോ എൻകോഡിംഗ് ടൈപ്പ് മൾട്ടി പാർട്ട് ഫോം ഡാറ്റ എന്ന് പറഞ്ഞു കൊടുക്കണം. സോ അങ്ങനെയാണെങ്കിൽ അത് കഷ്ണമായിട്ട് സെർവറിലോട്ട് സെൻഡ് ചെയ്യത്തുള്ളൂ. സോ അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നെയിം കൊടുക്കാം. ഫയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫയലാണോ പിക്ക് ചെയ്യേണ്ടത് അത് പിക്ക് ചെയ്യുക, എന്നിട്ട് സബ്മിറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഓക്കെ, സോ സെർവറിനകത്ത് ആ മൾട്ടി പാർട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് അവൻ ഫയലായിട്ട് സേവ് ചെയ്യുന്നൊക്കെ സെർവർ ഇംപ്ലിമെൻറ്റേഷനിലായിരിക്കും. ഓക്കെ, സോ നമുക്ക് ഈ ഫയലിൻ്റെ ഈ മൾട്ടി പാർട്ട് എടുത്ത് കളയാം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 രീതിയിലുള്ള ഇൻപുട്ടും കൂടി ഉണ്ട്. ഒന്ന് ചെക്ക് ബോക്സ്, ഒന്ന് റേഡിയോ ബട്ടൺസ്, പിന്നെ ഒന്ന് സെലക്ട് ഡ്രോപ്പ് ഡൗൺ. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ചെക്ക് ബോക്സ് നോക്കാം. സോ ഇവിടെ നോക്കാം, ഇതിനകത്ത് കോഴ്സസ് നെയിം നമുക്ക് ജാവാസ്ക്രിപ്റ്റ് എന്ന് കൊടുക്കാം. സോ ഈ ഇൻപുട്ട് ചെക്ക് ബോക്സ് ആക്കണമെങ്കിൽ നമുക്ക് ടൈപ്പ് ഈക്വൽ ടു ചെക്ക് ബോക്സ് എന്ന് കൊടുത്താൽ മതി. പാറ്റേൺ വേണ്ട, റിക്വയർഡ് ഒക്കെ എടുത്ത് കളയാം. ഓക്കെ, സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ചെക്ക് ബോക്സ് വന്നു. സോ ഇങ്ങനത്തെ ചെക്ക് ബോക്സ് നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം. കോഴ്സസ് ഗിറ്റ് ഇത് രണ്ടും സെലക്ട് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേലോഡിനകത്ത് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓണെന്നായിരിക്കും. ഇപ്പോൾ ഇത് ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ വാല്യൂ ഇവിടെ ഉണ്ടാവത്തില്ല. അപ്പോൾ ഓൺ എന്നല്ല, നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ ആണ് അവിടെ കൊടുക്കേണ്ടതെങ്കിൽ വാല്യൂ ഈക്വൽ ടു നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇവിടെയും
ഇഷ്ടമുള്ള പേര് കൊടുക്കാം. എന്നിട്ട് നമ്മളിവിടെ ചെക്ക് ബോക്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോകുന്ന വാല്യൂ നമ്മൾ കൊടുത്ത വാല്യൂ ആയിരിക്കും. ചെക്ക് ബോക്സിന് പ്രത്യേകത എത്ര വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. മൾട്ടിപ്പിൾ ഐറ്റംസ് നമുക്ക് ചെക്ക് ചെയ്യാനാണ് ചെക്ക് ബോക്സ് ഉപയോഗിക്കുന്നത്. നേരെ മറിച്ച് ഏതെങ്കിലും ഒരെണ്ണേ ചെക്ക് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനത്തെ കേസ് നമ്മൾ ഉപയോഗിക്കുന്നതാണ് റേഡിയോ ബട്ടൺ. സോ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതെടുക്കാം. ഈ ഫോം ഐറ്റം താഴത്തോട്ട് കോപ്പി ചെയ്യാം. എന്നിട്ട് ഇവിടെ മെയിൽ ടൈപ്പ് റേഡിയോ ആക്കാം. വാല്യൂ മെയിൽ തന്നെ കൊടുക്കാം. സോ റേഡിയോ ബട്ടണിൽ നെയിം ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്, അത് പറയാം. സോ നമുക്ക് ഇവിടെ നിന്ന് ജെൻഡർ എന്ന് കൊടുക്കാം. സോ ഫീമെയിലിന് അടുത്ത റേഡിയോ കൊടുക്കാം. അതിനും ജെൻഡർ ടൈപ്പ് റേഡിയോ ഫീമെയിൽ. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ 2 റേഡിയോ ബട്ടനാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. രണ്ടിനും നെയിം സെയിം ആയിരിക്കണം. ടൈപ്പ് റേഡിയോ ബട്ടനാണ്. ഒന്നിൻ്റെ വാല്യൂ മെയിൽ, മറ്റേൻ്റെ വാല്യൂ ഫീമെയിൽ. ഓക്കെ. സോ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ മെയിൽ, ഫീമെയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മെയിൽ അൺചെക്ക് ആവും. കാരണം എന്താണ്, ഇത് രണ്ടും ഒരേ നെയിമിലാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. രണ്ടിനും ജെൻഡർ എന്നുള്ള പേരിലാണ് ഇത് രണ്ടും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സെയിം നെയിമിലുള്ള എല്ലാ റേഡിയോ ബട്ടണിൽ ഏതെങ്കിലും ഒരെണ്ണേ ചെക്ക് ആവത്തുള്ളൂ. ഇപ്പോൾ ഇത് നമ്മൾ വേറെ നെയിമാണ് കൊടുത്തതെന്ന് വിചാരിക്കുക, ജെൻഡർ 2 എന്നാണ് കൊടുത്തെങ്കിൽ അത് രണ്ടും ഇൻഡിപെൻഡൻറ്റാണ്. ഇത് രണ്ടും വേറെ വേറെ ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഓക്കെ. പിന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് ഡ്രോപ്പ് ഡൗൺ ബോക്സുകൾ. ഡ്രോപ്പ് ഡൗൺ ബോക്സ് എന്ന് പറയുമ്പോൾ അത് ഇൻപുട്ട് ടാഗ് അല്ല ഉപയോഗിക്കുന്നത്, അത് സെലക്ട് ടാഗാണ് ഉപയോഗിക്കുന്നത്. പല കോഴ്സിൽ നിന്നും നമുക്ക് ഒരു കോഴ്സ് സെലക്ട് ചെയ്യണം. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഒന്നല്ലെങ്കിൽ നമുക്ക് ഈ ചെക്ക് ബോക്സുകൾ ഉപയോഗിക്കാം. ചെക്ക് ബോക്സ് ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ബോക്സ് ഉപയോഗിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കേസുകൾ നമുക്ക് ഈ ഡ്രോപ്പ് ഡൗൺസ് ഉപയോഗിക്കാം. സോ അതിന് ഉപയോഗിക്കുന്ന ടാഗാണ് സെലക്ട്. ഓക്കെ. സെലക്ട് ടാഗിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെയിം കൊടുക്കണം. കോഴ്സസ് എന്ന് പറഞ്ഞ നെയിം കൊടുക്കാം. എന്നിട്ട് അതിനകത്ത് ആ സെലക്റ്റിൽ വരുന്ന ഐറ്റംസ് നമ്മൾ ഓപ്ഷൻ എന്ന് പറഞ്ഞ ടാഗിനകത്താണ് കൊടുക്കേണ്ടത്. സോ ഇതിനകത്ത് നമുക്ക് നമ്മുടെ അടുത്തുള്ള കോഴ്സസ് കൊടുക്കാം. ജാവാസ്ക്രിപ്റ്റ്, അതിൻ്റെ വാല്യൂ ജാവാസ്ക്രിപ്റ്റ്, അതിൽ കാണിക്കേണ്ട വാല്യൂ. ഓക്കെ. സോ ഇങ്ങനെ നമുക്ക് 3 കൊടുക്കാം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഡ്രോപ്പ് ഡൗൺ വന്നു. ആ ഡ്രോപ്പ് ഡൗൺ തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് 3 ഐറ്റം ഉണ്ട്. ജാവാസ്ക്രിപ്റ്റ്, ഗിറ്റ്, നെക്സ്റ്റ്.js. ഇവിടെ കാണിക്കുന്നതാണ് നമ്മൾ ഇവിടെ കൊടുത്തത്. ഓക്കെ. ഇവിടെ നമ്മൾ എന്ത് കൊടുത്തോ അതാണ് അവിടെ കാണിക്കുക. ഇവിടെ 3 കുത്തിട്ട് 4 കുത്തിട്ട് കഴിഞ്ഞാൽ ഇവിടെയും 4 കുത്ത് വരും. ഓക്കെ. പക്ഷേ പോസ്റ്റ് ചെയ്യുമ്പോൾ പോകുന്ന വാല്യൂ ആണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ. സോ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തു, ഇത് സെലക്ട് ചെയ്തു. നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പോകുന്ന വാല്യൂ ആണ് ജാവാസ്ക്രിപ്റ്റ്, അത് ഇവിടെ കൊടുത്തതാണ്. ഓക്കെ. ഇതാണ് ഡ്രോപ്പ് ഡൗണിലെ വാല്യൂ. അതിൻ്റെ നെയിം കോഴ്സസ്, അതാണ് ഇവിടെ കാണിക്കുന്നത് കോഴ്സസ്. ഓക്കെ. സോ എത്ര വേണമെങ്കിൽ ഡ്രോപ്പ് ഡൗൺ കൊടുക്കാം. ഈ ഡ്രോപ്പ് ഡൗൺ നമുക്ക് മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. മൾട്ടിപ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതിലൊന്നിൽ കൂടുതൽ സെലക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സസിൻ്റെ 2 ഫീൽഡോടെ കാണുന്നുണ്ടോ, ഈ 2 വാല്യൂ സർവറിലോട്ട് കിട്ടും. അങ്ങനെ വേണം മൾട്ടി സെലക്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ഇനി നമുക്ക് ഒരു ഐറ്റം കൂടി നമുക്ക് നോക്കാം. അതാണ് ടെക്സ്റ്റ് ഏരിയ. ടെക്സ്റ്റ് ഏരിയ എന്ന് പറഞ്ഞ ടാഗാണ് ഉപയോഗിക്കുന്നത്. അതൊരുവിധം ഇൻപുട്ട് ടെക്സ്റ്റ് പോലെയൊക്കെ തന്നെയാണ്. പക്ഷേ സാധാരണ ടെക്സ്റ്റ് ബോക്സിനകത്ത് ഒരു ലൈനല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഈ ടെക്സ്റ്റ് ഏരിയക്കകത്ത് നമുക്ക് മൾട്ടി ലൈൻ ടെക്സ്റ്റുകൾ കൊടുക്കാൻ പറ്റും. ഓക്കെ. ഇത് എത്ര വേണമെങ്കിൽ വലുതാക്കാനും പറ്റും. അഡ്രസ്സുകളൊക്കെ കൊടുക്കാൻ ചില സമയത്ത് ഇത് ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ വലിയ വലിയ ടെക്സ്റ്റുകൾ പേസ്റ്റ് ചെയ്യാനോ കമൻസുകൾ കൊടുക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ടെക്സ്റ്റ് ഏരിയ ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ വിട്ടും ഹൈറ്റൊക്കെ നമുക്ക് കോഡ് വഴി സെറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇനി നമ്മൾ ഇത് ഫോംസ് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം കൂടി ഉണ്ട്, ഫീൽഡ് സെറ്റും ലെജൻസും. അതായത് വലിയ ഫോംസ് ഒക്കെ ആണെങ്കിൽ ചില പാർട്ടുകൾ നമുക്ക് ഗ്രൂപ്പ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ഓക്കെ. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ ഈ ഫസ്റ്റ് നെയിമും കോഴ്സസും നമുക്ക് ഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനെ ഫീൽഡ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാഗിനകത്ത് ഇത് രണ്ടും റാപ്പ് ചെയ്യാം. സോ ഇത് ഗ്രൂപ്പായി. എന്നിട്ട് നമുക്ക് അതിനകത്ത് വേണമെങ്കിൽ ലെജൻസും കൊടുക്കാം, ആ ഗ്രൂപ്പിൻ്റെ പേര് കൊടുക്കാൻ വേണ്ടിയിട്ട്. ലെജൻഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കോഴ്സ് ഇൻഫോർമേഷൻ അങ്ങനെ ലെജൻഡും കൊടുക്കാം. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സോ ഇവിടെ നോക്കുമ്പോൾ ഇത് കണ്ടോ, ഇത്രയും പാർട്ട് അത് ഗ്രൂപ്പായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കൊടുത്തത് ഇവിടെ ഒരു ചെറിയൊരു ടൈറ്റിലായിട്ട് വന്നിട്ടുണ്ട്. സോ ഇനി അടുത്തൊരു ക്വസ്റ്റൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രൗസറിൽ നിന്നും സെർവറിലോട്ട് ഡാറ്റ അയക്കാൻ ഈ ഫോം വെച്ചിട്ട് മാത്രമേ പറ്റത്തുള്ളൂ, വേറെ ഏതെങ്കിലും വഴി പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും. സോ അതിന് നമുക്ക് ഈ ബ്രൗസറിനകത്ത് സ്ക്രിപ്റ്റിംഗ് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ബ്രൗസറിനകത്ത് സ്ക്രിപ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജാണ് ജാവാസ്ക്രിപ്റ്റ്. സോ ജാവാസ്ക്രിപ്റ്റ് അറിയുകയാണെങ്കിൽ ഈ ഫോം ഉപയോഗിച്ചിട്ടല്ലാണ്ട് നമ്മൾക്ക് സെർവറിലോട്ട് ഡാറ്റ പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മൾ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ സോ അതിനകത്ത് നമുക്ക് ഫോർ എക്സാമ്പിൾ കമൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിത് ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ പാരൻറ്റിലൊന്നും നമുക്ക് ഫോം കാണാൻ പറ്റത്തില്ല. ഓക്കെ. ബേസിക്കലി ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ കമൻസുകൾ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സെർവറിലോട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ലൈക്ക് ബട്ടൺ അമർത്തുന്നു. ഇതൊന്നും നമ്മൾ കണ്ട ഫോമിലില്ലാത്ത സാധനങ്ങളാണ്. സോ ഈ ലൈക്ക് ബട്ടൺ അമർത്തുമ്പോൾ ഇവൻ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് അവൻ സെർവറിലോട്ട് ഡാറ്റ അയക്കുന്നത്. സോ അങ്ങനത്തെ കാര്യങ്ങൾക്കും പിന്നെ അതുപോലെ ചില വാലിഡേഷൻസ് ഒന്നും നമുക്ക് ഈ പറഞ്ഞ HTML പാറ്റേൺസ് ഒന്നും ഉപയോഗിച്ച് നടക്കണമെന്നില്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് 2 പാസ്വേഡ് ഉണ്ട്. സോ ഇതിനകത്ത് പാസ്വേഡും കൺഫേം പാസ്വേഡും ഉണ്ട്. സോ ജനറലി സാധാരണ രീതിയിൽ ഈ പാസ്വേഡും കൺഫേം പാസ്വേഡും സെയിം ആയിരിക്കണം. ഇത് രണ്ടിനും നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് വാലിഡേഷൻസ് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇത് രണ്ടും ഒന്നാണോ എന്ന് വാലിഡേറ്റ് ചെയ്യാൻ ഈ പറഞ്ഞ HTML പാറ്റേൺസ് കൊണ്ട് പറ്റത്തില്ല. സോ അങ്ങനത്തെ എക്സ്ട്രാ വാലിഡേഷൻസ് നടത്തണമെങ്കിലൊക്കെ നമുക്ക് ക്ലയൻറ്റ് സൈഡിൽ അഥവാ ബ്രൗസറിൽ നമുക്ക് കോഡ് റൺ ചെയ്തിട്ട് അതൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. സോ അതിനുപയോഗിക്കുന്ന ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജാണ് ജാവാസ്ക്രിപ്റ്റ്. സോ ജാവാസ്ക്രിപ്റ്റ് എന്തിനാണ്, അതിന് ഉപയോഗങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോ നോക്കാം. ഓക്കെ. സോ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.